ഹായ് ഗൈസ്, ഞാനിപ്പോൾ ആണ് വോയിസ് വന്നത്. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. എല്ലാവരും കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ. അപ്പോൾ അതിനെതിരെ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇനി വരുന്ന തലമുറയിൽ മനുഷ്യത്വം എന്താണെന്ന് അറിയുന്നവർ, സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നവർ, അല്ലെങ്കിൽ ജീവന് വില കൊടുക്കുന്നവർ വളരെ കുറവായിരിക്കും. നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുക. അതിന് കാരണം ഡ്രഗ്സ്. എല്ലാവർക്കും അറിയാം. സ്കൂളുകളിൽ, കോളേജുകളിൽ, ഹോസ്പിറ്റലുകളിൽ, എന്തിന് സ്ട്രീറ്റുകളിൽ എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഡ്രഗ്സ് പടരുന്നുണ്ട്. അപ്പം അതിനെ വേണ്ട രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് വേണ്ട രീതിയിൽ ആക്ഷൻ എടുക്കേണ്ടത് നമ്മുടെ സർക്കാരാണ്. നമ്മുടെ പോലീസ് സേന അതിന് മുൻകൈ എടുക്കണം. അതുപോലെ നാർക്കോട്ടിക് സെൽ, ഇവരെല്ലാവരും അതിൽ മെയിനായിട്ട് ഇടപെടണം. അതിന് വേണ്ട സഹായങ്ങൾ, അവസരങ്ങൾ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മളെന്തിനാ ഈ പ്രവാസ ലോകത്ത് വന്ന് കഷ്ടപ്പെടുന്നത്? നമ്മളുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി. പക്ഷേ ആ ഒരു തിരിച്ചറിവും ബോധ്യവും എല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ കഷ്ടപ്പാടുകളെയെല്ലാം വെള്ളത്തിൽ വരച്ച വരകളാക്കി മാറ്റുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ മക്കൾ മാറും. സോ നമ്മളീ കിടന്ന എന്താ പറയുക, നാടും വീടും ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടുകാരുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, അതിലെ സ്നേഹത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ പറ്റാത്ത, സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും വില മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തലമുറയാണ് നമ്മളീ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത് വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ദ്രോഹം തന്നെയല്ലേ? സോ നമ്മളെല്ലാവരും നല്ല രീതിയിൽ അലേർട്ടായിരിക്കണം. നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട സഹായ സഹകരണങ്ങൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ ബോധവാന്മാരായിരിക്കുക. നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ ബിഹേവിയറിലുണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ കൂട്ടുകെട്ടുകളിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അവർ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ, സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള സമയങ്ങളിൽ എവിടെയൊക്കെ മിസ്സാവുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ നമുക്ക് പറ്റണം. എല്ലാം കൈവിട്ട് പോയ ശേഷം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കുഞ്ഞുമക്കളോട്, ചേട്ടന്മാരോട്, ചേച്ചിമാരോട്, ഇതിൻ്റെ കണ്ണികളായി പ്രവർത്തിക്കുന്നവരോട്, ഇതിലേക്ക് എത്തപ്പെടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മുടെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി നമ്മളൊന്ന് ചാടിക്കൊടുത്തു കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മളെ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വപ്നങ്ങളെ ഒക്കെയാണ്. അതുകൊണ്ട് ആ ഒരു നിമിഷത്തെ സുഖം അനുഭവിക്കാൻ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ നിർബന്ധിക്കുമ്പോൾ തന്ത്രപൂർവ്വം അതിൽ നിന്നും ഒഴിവാകുക. അങ്ങനെ നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു കൂട്ടുകെട്ടാണെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കുക. നിങ്ങൾക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് അത് ഷെയർ ചെയ്യുക. എന്നിട്ട് മാതാപിതാക്കളെ എടുത്തു ചാടി ബഹളങ്ങളുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. ടീനേജ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പീരീഡാണ്. നമ്മുടെ റിയാക്ഷൻ അവരുടെ നമ്മളോടുള്ള സമീപനത്തെ, ബിഹേവിയറിനെ എല്ലാം അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വേണ്ട രീതിയിൽ സ്മൂത്തായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഒപ്പം ഈ വിപത്തിൽ നിന്നും നമ്മുടെ മക്കളെയും, നമ്മുടെ സമൂഹത്തെയും, നമ്മുടെ വരുന്ന തലമുറകളെയും രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മളാൽ കഴിയുന്ന വിധം ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.